ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ പറഞ്ഞ കറുത്ത വെളുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവ രാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ൽ നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിൻ്റെ പ്രകാരം 9-ാം ഭാവത്തിൻ്റെ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം, ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവരെ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഓടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഇടവൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇതുവരെ 12-ാം ഭാവത്തിൽ, ഇടവത്തിൻ്റെ 12-ാം ഭാവത്തിൽ മേടൻ രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ജന്മമായിട്ടുള്ള രാശിയിലേക്ക് തന്നെ മാറുകയാണ്. അപ്പോൾ ജന്മവ്യാഴം എന്ന് പറയും. അപ്പോൾ ജന്മവ്യാഴം നല്ലതല്ല എന്ന് പറയുന്നത്. ജന്മത്തിലേക്ക് വ്യാഴം എന്ന് പറഞ്ഞാൽ ദേഹസംബന്ധമായിട്ടുള്ളതും അസുഖ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ധനസംബന്ധമായിട്ടുള്ള
വികലുകളും ധനവ്യയവും സ്ഥാനമാന പ്രശ്നങ്ങളും സ്ഥാനഭ്രംശങ്ങളും, അതായത് സ്ഥാനഭ്രംശം എന്ന് വെച്ച് പറഞ്ഞാൽ ഇരിക്കുന്ന ഭവനത്തിൽ നിന്നോ തൊഴിലിൽ നിന്നോ സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഒരു സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്നായിരിക്കും ജോലി തെറിക്കുന്നത്. പറയാൻ പറ്റില്ല. കാരണം വെച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സംഭവം ഈ ഇടവൻ രാശിക്കാർക്ക് വരാൻ പോകുന്നുണ്ട്. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലി ചെയ്ത് പ്രത്യക്ഷ പാഠത്തിൽ നാളേക്ക് വരണ്ട, അല്ലെങ്കിൽ കുറച്ച് ദിവസം തന്നെ വരണ്ട എന്നൊക്കെ പറയാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇടവൻ രാശിക്കാർ തൊഴിലിൽ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കാരണം കണ്ടകശനി 10ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് വ്യാഴം കൂടി വന്നിരിക്കുന്നത്. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സന്താനങ്ങൾ തമ്മിലുള്ള അകൽച്ചകൾ കൂടും, സന്താനങ്ങൾ തമ്മിലുള്ള വഴക്കുകളുള്ള സാധ്യതയുണ്ട്, സന്താനങ്ങളെ കൊണ്ടുള്ള പൊറുതിമുട്ടലുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അവരെ കൊണ്ടുള്ള തലവേദന എന്നിവയെല്ലാം ഉണ്ടാവും. കുടുംബത്തിൽ വാക്ക് തർക്കങ്ങൾ വരുവാനുള്ള സാധ്യത. കൂട്ടുകുടുംബങ്ങളൊക്കെ ആണെങ്കിൽ അലോസരപ്പെട്ട് കുടുംബം തനിയെ പോകാനുള്ളതും വീട് വിട്ട് ഇറങ്ങി വേറെ അതിനൊക്കെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അങ്ങനെ വരുവാനുള്ള സാധ്യത. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും പ്രശ്ന മേഖലയാണ് കാണുന്നത്. വളരെ ശ്രദ്ധാപൂർവ്വം നേടിയില്ലെങ്കിൽ പരീക്ഷ ആദികളിലും എഴുത്തുകുത്ത് പരീക്ഷകളെല്ലാം പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ. കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആക്സിഡന്റ് പറ്റാനുള്ള സാധ്യത, എല്ലുകാല് മുറിവുകൾ വരുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഉഷ്ണ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത, മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയെല്ലാം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ് നടത്തുന്നവരെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ബിസിനസ് നടത്തുന്നവരാണ് പരാജയപ്പെടാനും പരാജയ ഭീഷണികളും ചിലപ്പോൾ ബിസിനസ് നടത്തി പൊളിഞ്ഞ് അത് നിർത്തിപ്പോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. ജാതകത്തിൽ ബലവാനായിട്ടുള്ള ദശാകാലവും അതുപോലെ തന്നെ അപഹാരകാലമൊക്കെ ആണെങ്കിൽ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞിരിക്കുന്ന സ്ഥാനഭ്രംശങ്ങൾ മറ്റുള്ളതൊക്കെ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അഭിമാനക്കേടും അതുപോലെ തന്നെ അവരവർ പറയുന്ന വാക്കുകൾ അവരവർക്ക് തന്നെ ഭാര്യയായിട്ട് വരികയും ചെയ്യുന്ന ഒരവസരങ്ങളൊക്കെയാണ് വരുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ധനനഷ്ടം, മാനഹാനി, അഭിമാന പ്രശ്നം എന്നിവയും വരുവാനുള്ള സാധ്യത. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദോഷമാണ്. സേനാധിപത്യം ഭരിക്കുന്നവർക്കെല്ലാം ആപത്ത് വരുവാനുള്ള സാധ്യത. ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടും മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മെഡിസിൻ പരാജയങ്ങൾ വരുവാനുള്ളതും അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം പരാജയങ്ങൾ വരുവാനും ഡോക്ടർമാർ, അസിസ്റ്റന്റുമാർ, അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടും ആസ്പത്രിവാസം ജീവിക്കുന്നവരും അതിൽ തൊഴിലെടുക്കുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അല്ലാത്ത പക്ഷം അഭിമാന പ്രശ്നങ്ങൾ, തൊഴിൽ നഷ്ടപ്പെടുവാൻ, തൊഴിൽ മാറ്റം വരുവാൻ, അല്ലെങ്കിൽ തൊഴിൽ ലീവ് എടുക്കാൻ, അല്ലെങ്കിൽ തൊഴിൽ മാറി നിൽക്കുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ, IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ, സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ബിസിനസ് എടുക്കുന്നവർക്കെല്ലാം ബിസിനസ് വളരെ മങ്ങിയ ലെവലിലും തൊഴിലിൽ മങ്ങിയ ലെവലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മടുപ്പും ഒക്കെ തോന്നും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് അതിനെക്കാട്ടും വളരെ സ്വർണ്ണാഭരണ മേഖലയിലുള്ള തകർച്ച. സ്വർണ്ണ ബിസിനസ് ഈ രാശിയിൽപ്പെട്ടിരിക്കുന്നവരുടെ നേതൃത്വത്തിൽ കഴിയുന്ന സ്വർണ്ണാഭരണ മേഖലയിലുള്ള ബിസിനസ്സും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ദോഷമാണ്. സ്വർണ്ണാഭരണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണം. നഷ്ടപ്പെടുവാനോ കളവ് പോകാനോ ഉള്ള സാധ്യതയുണ്ട്. സ്ത്രീകളെല്ലാം യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫംഗ്ഷനിലെല്ലാം പങ്കെടുക്കുമ്പോഴും ആഭരണങ്ങൾ ഇട്ട് പോവുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കൈമോശം വന്നു പോകാനോ തസ്കരന്മാർ വന്ന് അപകരിക്കാനോ ഭവനങ്ങളിലെല്ലാം വന്നിട്ട് സേഫ്റ്റി ലോക്കറിൽ ഭവനങ്ങളിലെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ഭവനത്തിൽ നിന്ന് മാറ്റി മറ്റുള്ളവരെ കൊണ്ട് വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം വന്നിട്ട് അഭിമാന പ്രശ്നവും അതുപോലെ തന്നെ മാനഹാനികളോ ദേഹാപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഇടവൻ രാശിക്കാർ വളരെ സൂക്ഷിക്കണം. പരിഹാരം തന്നെയാണ് അതിന് മാർഗമായിട്ടുള്ളത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രികാല പൂജ, മാസത്തിൽ ഒരു വ്യാഴാഴ്ച ത്രികാല പൂജ നടത്തുക. അല്ലാത്ത പക്ഷം വ്യാഴാഴ്ച മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും എല്ലാ വ്യാഴാഴ്ചയും ചെയ്ത് അത്രയും ഉത്തമം. മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം, ഭാഗ്യസൂത്രം ഇവ വ്യാഴാഴ്ച 2 വ്യാഴാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം, മാസത്തിൽ 2 വ്യാഴാഴ്ച നടത്തുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരൊറ്റ ത്രികാല പൂജ നടത്തുക.
ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദോഷാധിക്യം, വ്യാഴത്തിൻ്റെ ദോഷാധിക്യം കുറഞ്ഞു വരും. പിന്നെ കണ്ടകശനിക്കുള്ള വഴിപാട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്യുക എന്നൊക്കെയാണ് ഇടവൻ രാശിക്കാർ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമസ്കാരം.